ഇടതുമുന്നണി സ്ഥാനാർത്ഥികളായി മത്സരിക്കുന്ന മന്ത്രിമാരിൽ എത്ര പേർ വിജയിക്കും? 20 പേരിൽ 7 പേർക്ക് മാത്രം ഗ്രീൻ സിഗ്നൽ. മറ്റിടങ്ങളിൽ പ്രവചനം അസാധ്യമെന്ന് ഇടതുമുന്നണിയിൽ വിലയിരുത്തൽ. ആര് വാഴും ആര് വീഴും? ആകാംക്ഷ മുനമ്പിൽ രാഷ്ട്രീയ കേരളം. മൂന്ന് മുന്നണികൾക്കും അഭിമാന പോരാട്ടമായ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ അന്തിമ വിധി അറിയാൻ ഇനി ദിവസങ്ങൾ മാത്രം. വിവിധ എക്സിറ്റ് പോൾ ഫലങ്ങൾ പുറത്തു വന്നതോടെ മുന്നണികളിൽ ആവേശവും അതോടൊപ്പം ആശങ്കകളും അലയടിക്കുകയാണ്. ഭരണ തുടർച്ച ഉറപ്പായും ഉണ്ടാകുമെന്ന തികഞ്ഞ ആത്മവിശ്വാസത്തോടെ തെരഞ്ഞെടുപ്പിനെ നേരിട്ട ഇടതു ക്യാമ്പിൽ ഇപ്പോൾ പഴയതുപോലെ ആവേശമില്ല എന്നതാണ് യാഥാർത്ഥ്യം. അതേസമയം പടക്കളത്തിലിറക്കിയ മന്ത്രിമാരിൽ എത്ര പേർ ജയിക്കുമെന്ന കാര്യത്തിലും വ്യക്തമായ നിഗമനത്തിലെത്താൻ ഇടതുമുന്നണി നേതൃത്വത്തിന് കഴിയുന്നില്ല. കാരണം എക്കാലത്തേതിനേക്കാളും വ്യത്യസ്തമായി അതിശക്തമായ അടിയൊഴുക്കുകളാണ് ഓരോ മണ്ഡലത്തിലും അരങ്ങേറിയത്. അതുകൊണ്ടുകൂടിയാണ് മന്ത്രിമാർ മത്സരിച്ച ഇടമായിട്ട് പോലും പ്രവചനം അസാധ്യമായ വിധത്തിൽ ഇവിടങ്ങളിൽ പോരാട്ടം അതിശക്തമായി മാറിയത്. ഭൂരിഭാഗം എക്സിറ്റ് പോളുകളും UDFനാണ് മേൽക്കൈ നൽകിയിട്ടുള്ളത്. എന്നാൽ ടുഡേയ്സ് ചാണക്യയുടെ പ്രവചനം LDF UDF മുന്നണികളുടെ പോരാട്ടം ബലാബലമായിരിക്കുമെന്നതാണ്. എക്സിറ്റ് പോൾ പ്രവചനങ്ങളെ പൊതുവെ തള്ളിക്കളയുകയാണെങ്കിലും ചാണക്യ നിരീക്ഷണം ഇടത് കേന്ദ്രങ്ങൾക്ക് ആശ്വാസം പകരുന്നുണ്ട്. BJP അക്കൗണ്ട് തുറക്കാനുള്ള സാധ്യത വിവിധ സർവേകൾ ചൂണ്ടിക്കാണിച്ചതോടെ BJP ക്യാമ്പുകളും പ്രതീക്ഷയിലാണ്. മത്സരിക്കാൻ ഇറങ്ങിയ 20 മന്ത്രിമാരിൽ എത്ര പേർ വിജയിക്കുമെന്ന ചോദ്യമാണ് ഇടത് കേന്ദ്രങ്ങളെ ഇപ്പോൾ വല്ലാതെ അലട്ടുന്നത്. മത്സരിക്കുന്നവരിൽ 7 പേർക്ക് മാത്രമേ ജയസാധ്യത ഉറപ്പുള്ളൂ എന്നാണ് ഇടതുമുന്നണിയുടെ നിരീക്ഷണം. മറ്റിടങ്ങളിലെല്ലാം അരങ്ങേറുന്നത് ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ്. മുഖ്യമന്ത്രി പിണറായി വിജയൻ മത്സരിച്ച ധർമ്മടത്ത് വിജയം സുനിശ്ചിതമാണെന്ന് എതിർ മുന്നണികളും അംഗീകരിക്കുന്ന വസ്തുതയാണ്. അതുപോലെ തന്നെ ചെങ്ങന്നൂരിൽ മത്സരിക്കുന്ന സജി ചെറിയാനും വലിയ വെല്ലുവിളികളൊന്നുമില്ല. മത്സരിക്കുന്ന CPI മന്ത്രിമാരും വിജയിക്കുമെന്നാണ് ഏറ്റവും ഒടുവിലത്തെ വിലയിരുത്തൽ. ഒല്ലൂരിൽ K രാജൻ, നെടുമങ്ങാട് അനിൽ, ചടയമംഗലത്ത് J ചിഞ്ചുറാണി, ചേർത്തലയിൽ P പ്രസാദ് എന്നിവർ വിജയിക്കുമെന്നാണ് ഇടതുമുന്നണിയുടെ നിരീക്ഷണം. പതിവിന് വിപരീതമായി കടുത്ത വെല്ലുവിളിയാണ് NCP നേതാവ് AK ശശീന്ദ്രന് നേരിടേണ്ടി വന്നത്. ഇടതുകോട്ടയായ എലത്തൂരിൽ UDF സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് വിദ്യ ബാലകൃഷ്ണൻ അതിശക്ത വെല്ലുവിളിയാണ് ഇക്കുറി ഉയർത്തിയത്. എങ്കിലും അവസാനവട്ട കണക്കുകൾ പ്രകാരം AK ശശീന്ദ്രൻ ജയിക്കുമെന്ന് തന്നെയാണ് LDF വിലയിരുത്തൽ. എന്നാൽ അതിശക്ത പോരാട്ടം നടന്ന കൊട്ടാരക്കരയിൽ KN ബാലഗോപാലിനും പത്തനാപുരത്ത് KB ഗണേഷ് കുമാറിനും ബേപ്പൂരിൽ മുഹമ്മദ് റിയാസിനും ജയസാധ്യതയുണ്ടെങ്കിലും അട്ടിമറികൾക്കുള്ള സാധ്യത ഇടതുമുന്നണി നേതൃത്വം തള്ളിക്കളഞ്ഞിട്ടില്ല. നേമത്ത് V ശിവൻകുട്ടി, ആറന്മുളയിൽ വീണ ജോർജ്, കളമശ്ശേരിയിൽ P രാജീവ്, ഏറ്റുമാനൂരിൽ VN വാസവൻ, തൃത്താലയിൽ MB രാജേഷ് തുടങ്ങിയവർ നേരിടുന്നത് കടുത്ത വെല്ലുവിളിയാണ്. മുൻകാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി അതിശക്ത പോരാട്ടമാണ് ഇവിടെ നടക്കുന്നത്. ഇരിങ്ങാലക്കുടയിൽ R ബിന്ദു, ഇടുക്കിയിൽ റോഷി അഗസ്റ്റിൻ, മാനന്തവാടിയിൽ OR കേളു, കണ്ണൂരിൽ രാമചന്ദ്രൻ കടന്നപ്പള്ളി എന്നിവരുടെ സ്ഥിതിയും സുരക്ഷിതമല്ലെന്നാണ് ഇടതുമുന്നണി നേതൃത്വത്തിന്റെയും വിലയിരുത്തൽ. തെരഞ്ഞെടുപ്പിൽ ഇടതുമുന്നണിക്ക് ശക്തമായ തിരിച്ചടി ഉണ്ടാകുമെന്നും 1 ഡസൻ മന്ത്രിമാരെങ്കിലും തോൽക്കുമെന്നുമായിരുന്നു VD സതീശനെ പോലുള്ള നേതാക്കൾ തുടക്കം മുതലേ പ്രതികരിച്ചുകൊണ്ടിരുന്നത്. അത്തരം കാഴ്ചകൾക്ക് കേരളം സാക്ഷ്യം വഹിക്കുമോ എന്നാണ് ഏവരും ഉറ്റുനോക്കുന്നത്. പിണറായി മന്ത്രിസഭയിലെ എത്ര മന്ത്രിമാർ വീഴും, എത്ര പേർ വാഴും എന്നറിയാൻ ആകാംക്ഷയോടെയാണ് രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്നത്.